ഹലോ ഗൈസ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ ഫ്രാക്ഷൻസിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിരിക്കും. യെസ്. ദെൻ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. നേരത്തെ നമ്മളുടെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമ്മളുടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു അല്ലേ. ഇതങ്ങനെ ഒന്നുമില്ല. ഈ ഒരൊറ്റ സ്റ്റെപ്പ് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അതായത് മുകളിലുള്ളവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയുള്ളവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതായത് 3 into 2 ആദ്യം ചെയ്യുന്നു. 3 into 2 ഡിവൈഡഡ് ബൈ ഇവന്മാർ രണ്ടാളും മൾട്ടിപ്ലൈ ചെയ്യുന്നു 4 into 3. എന്താണ് വരിക? 3 into 2 6 ആണ്. 4 into 3 എന്ന് പറയുമ്പോൾ ഒരു 4 4 2 4 8 3 4 12 അല്ലേ. യെസ്, 12 ആണ്. യെസ്. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം. 6നെയും 12നെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 6/6 1 ആണ്. 12/6 2 ആണ്. അപ്പോൾ 1/2 ആയിരിക്കും ആൻസർ. അടുത്ത നോക്കുക. 5/6 into 2/3 ആണ്. എങ്ങനെയാ ചെയ്യുക? നേരത്തെ പോലെ തന്നെ ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 into 2 10 ആണ്. 6 into 3 18 ആണ്. സിമ്പിൾ. അടുത്ത നോക്കുക. 3/5 into 1/2 എന്താ വരിക? 3 into 1 3 ആണ്. 5 into 2 10 ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 1/3 into 5/3 എന്താ വരിക? ഇവിടെ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നമുക്ക് എങ്ങനെയെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുമോ? നമ്മളുടെ അഡീഷനിൽ നമ്മൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുകളിലുള്ളവന്മാരെ ജസ്റ്റ് അങ്ങ് ഗുണിച്ചിട്ട് താഴെയുള്ളത് എഴുതി കൊടുക്കായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനിലും ഇതന്നെ ചെയ്തു വെക്കും. 5 into 1 എത്രയാണ്? 5 എഴുതി വെക്കും. ബൈ ഡിനോമിനേറ്റർ 3 ആണല്ലോ, 3 എഴുതി വെക്കും. പക്ഷേ ഇത് എന്ന് പറയുന്നത് പൊട്ടത്തെറ്റാണ്. ഇതെന്താന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആയാലും ഈക്വൽ അല്ലെങ്കിലും ഒരു കാര്യമില്ല കേട്ടോ. നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ 5 into 1 5 ആണ്. 3 into 3 9 ആണ്. ഇതായിരിക്കും ആൻസർ. സോ ഇത് ഓർത്ത് വെക്കുക, അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ദെൻ അടുത്തത് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ. അതായത് രണ്ടാമത്തെ നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇവിടെ ചെയ്യുക. അതായത് 3/4 into 2/3 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 3/4 ഡിവൈഡഡ് ബൈ 2/3 എന്ന് പറഞ്ഞാൽ 3/4 ഇൻറ്റു രണ്ടാമത്തെ നമ്പറിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് എന്താണ്? അവനൊന്ന് തിരിച്ചിട്ടാൽ മതി. 2/3നെ തിരിച്ചിട്ടാൽ 3/2 വരും അല്ലേ. അപ്പൊ എന്ത് വരും? 3 into 3 9 ആണ്. 4 into 2 8 ആണ്. 9/8 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അടുത്ത നോക്ക്. 5/6 ഡിവൈഡഡ് ബൈ 2/3 എന്ത് ചെയ്യും? രണ്ടാമത്തെ നമ്പറിനെ തിരിച്ചിട്ടിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. 5/6 ഇൻറ്റു 2/3 പകരം 3/2. ദാറ്റ് ഈസ് 5 into 3 15 ആണ്. 6 into 2 12 ആണ്. അങ്ങനെയെങ്കിൽ ഇവൻ എത്രയായിരിക്കും? 3/5 ഡിവൈഡഡ് ബൈ 1/2 എത്രയാണുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.